ഫോൺ കിട്ടിയത് ആശ ഇങ്ങനെ ആലോചിക്കും, ഇനി എന്നാ അവർക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ അവസ്ഥയിൽ അമ്മ എന്നെ കണ്ട ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയാണ്. അവിടുത്തെ കണക്കുകളെല്ലാം അമ്മ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളാകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഇത്രയും ചെലവൊക്കെ ഒരു മാസത്തിനുള്ളിൽ വരാറോ? ഇതിപ്പോ ഒരു ദിവസം എത്ര ചെലവാ വരുന്നതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ജ്യോതി ചായം കൊണ്ടുവരും. അങ്ങനെ ജ്യോതി പറയും, അമ്മ ഈ ഒരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പാലാരിന് പൈസ കൊടുത്തിട്ടില്ല, അപ്പൊ അതിന്റെ പൈസ ഒന്നും തരണ്ടെന്ന് പറയാം. അപ്പൊ അമ്മ പറയും, പാലാരിന്റെ പൈസ ഒക്കെ ഞാൻ കൊടുത്തോളാം. അയാൾ നമുക്ക് 4 ദിവസം പാല് കുറച്ച് കുറഞ്ഞ അളവിലാ തന്നത്. അപ്പൊ അവള് നേരിട്ട് പോയിട്ട് അയാളോട് ചോദിച്ച് പൈസ കുറച്ച് വാങ്ങി കൊടുക്കാന്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ തിരിച്ച് ചോദിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ അയാൾക്ക് പൈസ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നീ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാളും ഒരുപാട് കുറഞ്ഞായി ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ചിലവ് വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ ചിലവൊക്കെ എഴുതേണ്ടത്. ഒരുപാട് ചിലവിന് സാധനമൊന്നും വാങ്ങി തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്റെ മോളെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലിക്ക് പൈസ കൊണ്ടുവരുമ്പോൾ നമ്മളത് ഇവിടെ അങ്ങനെ ചിലവഴിച്ച് കളയല്ല വേണ്ടത്. കണ്ടോ, നിനക്കറിയോ ഈ മാസം ഞാൻ എത്ര പൈസ ലാഭിച്ചെന്ന് നിനക്കറിയോ? 10,000 രൂപ ഞാൻ ലാഭിച്ചു. അതുപോലെ തന്നെ ഇനി എല്ലാ കാര്യം ഞാൻ നോക്കും. പിന്നെ അതല്ല, സൊസൈറ്റിയിലെ കുറച്ച് സ്ത്രീകൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഇവിടെ പുതിയൊരു ബാങ്ക് വരുന്നുണ്ടെന്ന്. അവിടെ 6 മാസത്തിനൊരു പൈസ ഇട്ടാൽ അത് 6 മാസം കഴിഞ്ഞ് നമുക്ക് ഡബിളായിട്ട് തിരിച്ചിട്ടെന്ന പറയുന്നത്. അപ്പൊ ജ്യോതി പറയും, അമ്മേ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ കാലത്തൊക്കെ, അതൊന്നും വിശ്വസിക്കേണ്ടെന്ന് പറയും. അപ്പൊ അമ്മ പറയും, നീ എന്താ ഈ പറയുന്നത്? തട്ടിപ്പ് നടക്കാനോ? 6 മാസം കഴിയുമ്പോൾ അവർ നമ്മളെ വീട്ടിൽ തന്നെ പൈസ കൊണ്ടുവന്നിരുന്നാ പറയുന്നത്. അപ്പൊ ജ്യോതി പറയും, അമ്മേ 6 മാസത്തിനുള്ളിൽ എങ്ങനെ പൈസ ഡബിളായി കിട്ടുന്നത്? ഇതെല്ലാം വെറുതെ തട്ടിപ്പായിരിക്കും. അപ്പൊ അമ്മ പറയും, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാന്ന് വരണ്ട. ഈ പൈസയ്ക്ക് എനിക്ക് ചെലവ് കുറക്കാൻ കഴിയുമെങ്കിൽ പൈസ സൂക്ഷിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം, നീ അന്ന് നോക്കേണ്ട ആവശ്യമില്ലെന്ന് അമ്മ പറയും. അങ്ങനെ ജ്യോതി അവിടുന്ന് പറഞ്ഞേക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ പറയും, ഇവക്കൊക്കെ കുശുമ്പ, ഞാൻ ഇവിടുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്ന വന്നപ്പോ ഇവക്ക് അതൊന്നും പറ്റുന്നില്ല. എന്തായാലും 6 മാസം കഴിഞ്ഞ് പൈസ ഡബിളായി കിട്ടുമ്പോൾ നോക്കിക്കോ, അപ്പൊ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസിൽ ഇരിക്കുകയായിരിക്കും.